ദൈവം ഉദ്ദേശിക്കുന്നത് നീ ബേസിക്കായിട്ട് നീ ദൈവ പൈതലാണ്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം കൊണ്ടും നമ്മുടെ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടും നീ ചിലപ്പോൾ ദൈവ പൈതൽ എന്നുള്ള നിൻ്റെ സ്ഥാനം പ്രസാദപരം നഷ്ടപ്പെട്ടു പോയി കാണും. പക്ഷേ എന്ന് പറഞ്ഞാലും ദൈവം പറയും, നീ ഇപ്പോൾ ഒരു പാപാവസ്ഥയിലാണെങ്കിലും നീ എൻ്റെ മകനാണ്, അല്ലെങ്കിൽ നീ എൻ്റെ മകളാണ്. അതിനത്ര മാറ്റമില്ല. അതിൽ അമ്മയെ വെച്ചിരിക്കുന്ന ദൈവം അമ്മയെ തന്നെ വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താ? അതായത് ഇങ്ങനെ ഒരു ഇൻഡീസൻറ്റ് സിറ്റുവേഷൻസ് ഉണ്ടായി, ദൈവത്തിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത വിഷയമാണെങ്കിലും നിങ്ങൾ നിലനിർത്തണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ്. ഇപ്പോൾ കാനായിലെ കല്യാണത്തിൻ്റെ കാര്യമാണ് തന്നെ എടുക്കാം. അവിടെ ആ വീഞ്ഞ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു കഥയുമില്ല. യേശു എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ യുഗദൈവം ഒരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഒരു കല്യാണത്തിൽ വീഞ്ഞ് തീർന്നു പോയെന്നും പറഞ്ഞ് അവിടെ ഇടപെടേണ്ട കാര്യമില്ല. പ്രോട്ടോക്കോൾ അല്ലത്. ഇപ്പം നമ്മളുടെ വീട്ടിൽ നമ്മളുടെ ഇവിടെ നിങ്ങളുടെ വീട്ടിൽ തോട് പൊങ്ങി വെള്ളം കയറി ഉടനെ ജലസേചന വകുപ്പ് മന്ത്രി അവിടെ വരുക? ഇല്ല, വരത്തില്ല. അത് വില്ലേജ് ഓഫീസറാണ് വരുന്നത്. പ്രോട്ടോക്കോൾ അതാണ്. അതിൻ്റെ പ്രോട്ടോക്കോൾ അതാണ്. അപ്പം നമുക്കൊരു ഭൗതിക സാഹചര്യം ഇല്ല, നമുക്ക് വീഞ്ഞ് തീർന്നു പോയി. അത് ഉടനെ ഈശോ അവിടെ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ട് ലോകത്തെ മുഴുവനും വീണ്ടെടുക്കാൻ വന്ന ഈശോ ആ കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികമായ വിഷയത്തെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇടപെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ അത് പറയുന്നുണ്ടോ? എന്താണ് എനിക്ക് നിനക്കും എന്താണ് ഈ വിഷയത്തിൽ? കാര്യം ഇത് ഒരു പ്രോട്ടോക്കോൾ നിരക്കാത്ത വിഷയമാണ്. പക്ഷേ എന്താണ് ഈശോ ചെയ്യണത്? എന്നിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിൻ്റെ കടമാകാം, നിൻ്റെ ജോലിയാകാം, നിൻ്റെ പ്രമോഷൻ വിഷയമാകാം. ഇന്നലെ ഡോണി ജോൺ എന്നൊരാൾ സാക്ഷ്യപ്പെടും. ഈ ഡോണി ജോണിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു കോഓപ്പറേറ്റീവ് സംഘത്തിലെ സെക്രട്ടറിയാണ്. നമ്മുടെ സഹകരണ സംഘമില്ലേ, സഹകരണ സംഘത്തിലെ സെക്രട്ടറിയാണ്. അപ്പോൾ സെക്രട്ടറിമാരെന്ന് പറയണത് നിങ്ങൾക്കറിയാമല്ലോ, സഹകരണ സംഘത്തിൽ ഏറ്റവും മെൻറ്റേഷൻ അനുഭവിക്കുന്ന ഒരു ക്രീച്ചർ സെക്രട്ടറിയാണ്. ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ടാവും, നാട്ടുകാരുടെ ഉണ്ടാവും, പിന്നെ മോളിൽ നിന്ന് വരുന്ന ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ നിരീക്ഷണങ്ങളുണ്ടാകും. എല്ലാം കൊണ്ട് പിന്നെ ബോർഡിന് തന്നെ അനാവശ്യമായ കൈകടത്തലുണ്ടാകും. ചിലപ്പോൾ ഇവരുടെ ജോലി തന്നെ ബോർഡിൻ്റെ അടിസ്ഥാനത്തിൽ ബോർഡിങ്ങനെ ഇവർ അപ്പോയിൻ്റ് ചെയ്തിരിക്കണ കാരണം ബോർഡിലെ ആൾക്കാരിങ്ങനെ മീശ പിരിക്കും. അങ്ങനെ ഒരു വല്ലാത്ത ജോലിയാണ് ഈ കോപ്പറേറ്റീവ് സെക്രട്ടറി എന്ന് പറയുന്ന ജോലി എന്ന് പറയുന്നത്. ഈ മനുഷ്യൻ ഇതുകൊണ്ട് ഡിപ്രഷനായി. കണ്ട, വീണ്ടും നോക്കിയേ, ഡിപ്രഷൻ കേസ് ഇപ്പോൾ വന്ന് കണ്ട, എനിക്ക് ഡിപ്രഷനായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് കണക്ക് സമയത്ത് എഴുതാൻ പറ്റത്തില്ല, എൻട്രി മറന്നു പോകും, പിന്നെ ക്യാരി ഓവർ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അത് ഓഡിറ്റിങ് പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇതൊന്നും അറിയാമല്ലോ. പിന്നെ എന്താ വെച്ചാൽ എന്താ പറഞ്ഞാൽ ആ ഒരു വകുപ്പ് വെച്ചുകൊണ്ട് ഇയാളെ മാറ്റിയിട്ട് ബോർഡ് വേറെ ആളെ വെക്കും ഉടനെ. കാര്യം എന്താ, ഒരു ആളെ വെച്ച് ചിലപ്പോൾ 10 ലക്ഷത്തിനൊക്കെ ആയിരിക്കും വെക്കണത്. ബോർഡിന് പൈസ കിട്ടും. എല്ലാ ബോർഡുകാരും പൈസ വാങ്ങിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല, മേടിക്കണം നിർബന്ധമില്ല. പക്ഷെ ചില ബോർഡൊക്കെ പൈസ വാങ്ങിച്ചത് തന്നെയാണ് ഈ ഉദ്യോഗം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ പോസ്റ്റ് പോയാൽ വേറെ ആളെ വെച്ചാൽ അവർക്ക് ബോർഡിന് പൈസ കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരു ചാലഞ്ചിങ് പോസ്റ്റാണ്. ഈ മനുഷ്യൻ ഡിപ്രഷൻ ആയി കഴിഞ്ഞപ്പോൾ ഉടനെ പോസ്റ്റ് പോയിട്ട് പിന്നെ എന്താ മാർഗം? ഉടമ്പടിയേ ഉള്ളൂ. ഇന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെയാണ്. എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം തന്നെ വണ്ടി പിടിച്ച് ആൾക്കാർ അമ്മയെടുത്ത് വരും. അമ്മേ, കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ല, എൻ്റെ തന്നെ കുഴപ്പമാണ്, ഡിപ്രഷനാണ് എനിക്ക്, അതും പറയും. നമുക്കിത് രണ്ടും പറയാൻ പറ്റിയത് ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റത്തില്ല. അമ്മ എനിക്ക് ഡിപ്രഷനാണെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഗവൺമെൻറ് പറഞ്ഞാൽ പറയും ഡിപ്രഷനാണ്, ഇപ്പോൾ വീട്ടിൽ പോയി ഇരിക്കാൻ പറയും. വേറെ നിങ്ങൾക്ക് പറ്റണ വല്ല ഹോൾസെയിൽ കടയോ സിഗരറ്റ് കടയൊക്കെ വിട്ടിട്ട് വീട്ടിൽ ഇരിക്കാൻ പറയും. അതേ പറയുന്നുള്ളൂ. ആരോട് ചോദിച്ചാലും പറയും അത് നിങ്ങൾ വീട്ടിൽ പോയി ചെറിയ മാടക്കടവലും ചെയ്യാൻ പറയും. നിങ്ങൾക്ക് ഡിപ്രഷൻ അല്ലേ? പക്ഷേ നമുക്ക് മനുഷ്യന്മാരോട് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾക്ക് ഇത് രണ്ടും പറയാൻ പറ്റും. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ നിവൃത്തിയില്ല, എനിക്ക് ഡിപ്രഷനാണെന്ന് ഈ രണ്ടും പറയാൻ പറ്റുന്ന സ്ഥലം എവിടെയുണ്ട്? അമ്മ സന്നിധാനമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ് ആ മനുഷ്യൻ അത് പിന്നെ പറയണത് പച്ചക്ക് പറയണമെന്നേ ഉള്ളൂ. പറയണത് ഒക്കുവാ കിട്ടിയാ കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്താക്കൊള്ളാം. ഇങ്ങനെ
അത് പറയുന്നത് കണ്ണടച്ച് കുത്തണ പോലെ നിങ്ങൾ PSC പരീക്ഷ എഴുതുന്ന പോലെ ഒക്കണേ ഒന്ന് അങ്ങനെ കുത്തരുത്. പരീക്ഷ ചില ആൾക്കാരുടെ പരീക്ഷ കുത്തണ പോലെയാണ് ഉടമ്പടി ചെയ്യണതേ, ഒക്കണേ ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നാൽ ദൈവത്തിന് ഇത് ഫ്രോഡാണെന്ന് അറിയാം. നിങ്ങളുടെ ഉടമ്പടി ഫേക്കാകും ഉടനെ. കാര്യം എന്താ, നിങ്ങൾ അതിൻ്റെ ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഒരു സിൻസിയറിറ്റി ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ സത്യസന്ധതയോ, ആ ഉടമ്പടി എന്ന് പറയുമ്പോൾ വിശ്വസ്തതയുടെ ഭാഗമാണ് സത്യസന്ധത. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ ഒക്കുമായിരിക്കും അല്ലേ, അയാൾക്ക് കിട്ടിയില്ല, അപ്പം പറയാം മറ്റവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് കിട്ടട്ടെ, അല്ല ആലപ്പുഴ വന്നില്ലേ, ആദ്യം ഒരു വണ്ടിക്കാശല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞാൽ എഴുതിയിടുന്നവരുണ്ട്. അങ്ങനെയുള്ള മരമാക്കറുകൾക്ക് ഈ ജന്മത്തുടമ്പടി നിന്ന് ഒന്നും കിട്ടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉടമ്പടിയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ഒരു കൺസിഡർ എമൗണ്ട് ഓഫ് ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി ആൻഡ് സിൻസിയറിറ്റി അവർ ഇൻവെസ്റ്റ് ചെയ്യണില്ല. ആത്മാർത്ഥതയോ സത്യസന്ധതയോ ഇല്ല. അവർ ദൈവത്തെ പരീക്ഷിക്കണ മറ്റൊരു പിശാചായിട്ട് വരും. അതാണ് സംഭവം. ഉടമ്പടി തെറ്റിച്ചാണ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തിൽ നിങ്ങളെ പിശാചാണ്. എന്താ കാര്യം, ദൈവത്തെ നിങ്ങൾ പരീക്ഷിക്കുകയാണ്. ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളത് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്, സംശയമില്ല. യേശുവിനെ പരീക്ഷിച്ച ആളാരാണ്? പിശാചാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ സംശയത്തോടെയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും 2 കൊമ്പ് ഒരു വാലും നിങ്ങൾക്ക് അവകാശപ്പെട്ട സംഭവമാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് മേടിക്കാം. 2 കൊമ്പ് ഒരു വാലും എന്നുവെച്ചാൽ നിങ്ങൾ പിശാചാണ്. ദൈവത്തെ പക്ഷെ ചില ആൾക്കാരുണ്ട്, അവർ മനസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരുതും അമ്മയുടെ മണ്ണി ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. വേറെ ഒന്നും ചെയ്യണ്ട, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങണത് തന്നെ ഉടമ്പടി കണക്ക് വിധിക്കട്ടെ, അമ്മയുടെ മണ്ണിലൊന്ന് ചവിട്ടി കിട്ടിയാൽ മതി എന്ന് പറയും. അവർ ചവിട്ടി കിട്ടുമ്പോൾ തന്നെ സുഗന്ധം അടിക്കാൻ തുടങ്ങും. അത് അവരുടെ ഫെയ്ത്ത് അതാണ്. അവർ ചവിട്ടുമ്പോൾ തന്നെ അവർ പറയും എൻ്റെ അച്ഛാ വാദിക്കെ ചവിട്ടിയപ്പോൾ തന്നെ ഇത് എവിടുന്നാണ് സുഗന്ധം എന്നറിയാൻ പറ്റുന്നത്. അതവരെ ഫോളോ ചെയ്തുകൊണ്ട് അവരുടെ കൂടെ പോകും. ആ വീടുകളിൽ അവരുടെ വീട്ടിലേക്ക് അത് അവസാനം വരെ നിൽക്കുകയും ചെയ്യും. അത് വീട് വരെ പോകും. ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്തൊക്കെ സുഗന്ധം പിന്നെയും വന്നുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്നാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന വചനം ഒരു വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നമുക്ക് മരിയൻ അനുഭവത്തിൽ വരുമ്പോൾ സുഗന്ധാഭിഷേകമായിട്ടാണ് പലരും അനുഭവിക്കുന്നത്. ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരുമിച്ച് ശ്രദ്ധിക്കട്ടെ, ശക്തമായി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമ്പടിയെടുക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ദൈവമാതാവിന്റെ വലിയ സാന്നിധ്യം സുഗന്ധാഭിഷേകത്തിലൂടെ ഞങ്ങൾക്ക് തരുന്നതിന് നന്ദി പറയുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ ഡോണില്ലേ, അതായത് ഡോണി ജോണിൻ്റെ വിഷയം വളരെ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ ആൾക്കാർ വരുമ്പോൾ ഇവൻ ഭയങ്കര പെർപ്ലസ്ഡാണ്. എന്താണ് പറയേണ്ടത്, എങ്ങനെ അവതരിപ്പിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണത്, എത്ര കാലം ഇങ്ങനെ പോകും, എൻ്റെ അവസാനം എന്താണ്, നോ ഐഡിയ. അപ്പോൾ ഇവൻ്റെ ഈ ഇന്ന് പരവേശം പരിഭ്രമം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എക്സൈറ്റഡ്, വാട്ട് ഡു യു വാണ്ട് എക്സാക്ട്ലി, നിനക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് അത് തന്നെ പറഞ്ഞ്, ഡോണി എന്താ പറഞ്ഞത്, എനിക്ക് ഡിപ്രഷനാണ്, എൻ്റെ സംഘം ജോലി, എൻ്റെ സെക്രട്ടറി ജോലി പോയി, ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ ഉടനെ എന്താ ചെയ്യണത്, അവൻ്റെ ആ പേപ്പറെല്ലാം അതുപോലെ വാങ്ങിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് സെയിം എന്താണ് പറയണത്, അവന് ഡിപ്രഷനാണ്, അവൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലേ, ഓവർ, തീർന്നു. ബാക്കിയെന്ന് പറയുന്ന കൃപാസനത്തിൻ്റെ ആസ്തിയാണ്. ആസ്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ആസ്തിയാണ്. വർഷം 10-32 കൊല്ലം കടലിലും കരയിലുമായി നടത്തിയ കൺവെൻഷൻസും, ഞാൻ 2 മണി രാത്രി തൊട്ട് 3 മണിക്ക്, ഞാൻ വൈകുന്നേരം 6 മണിക്ക് വലിയ ധ്യാനം നടക്കുന്ന സമയത്ത് വൈകുന്നേരം 6 മണിക്ക് ഞാൻ ആൾക്കാരെ കയറിയ ഇറങ്ങണത് വെളുപ്പിന് 4 മണിക്കാണ്.
തല പൊട്ടണ പോലെ ഇരിക്കും അവിടെ ആസ്പത്രി, ആൾക്കാരെ കണ്ടു. ഇതെല്ലാം ഇത് ആസ്തിയാണ്. ഈ മനുഷ്യന്മാരുടെ സംഭവങ്ങളെല്ലാം കേട്ട് കേട്ട് അവസാനത്തെ ആൾ കൃപാസനത്തിൽ ഇറങ്ങുമ്പോൾ വെളുപ്പിനായി പോകും. രാത്രി മുഴുവൻ അതിന് അങ്ങനെ എത്രയോ കൊല്ലം 2004 മുതൽ തുടങ്ങിയതാണ് 2000 കോവിഡ് വരെയുള്ള കാലം. അതെല്ലാം ആസ്തിയാണ്. വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, നല്ല ആസ്തിയുണ്ട്. ദൈവതിരുസന്നിധിയിൽ ജനങ്ങളുടെ കൂടെ നിന്നും അവിടെ കണ്ണുനീര് കർത്താവിൻ്റെ തിരുസന്നിധി വെച്ചും അതിനുവേണ്ടി ഉപവസിച്ചും ഒക്കെ നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഈ വിഷയം പറഞ്ഞാൽ മതി, ഡോണിൻ്റെ ജോലിയില്ല, അവന് ഡിപ്രഷനാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നോട്ട് ടൈം. മാതാവ് അത് മേടിച്ചിട്ട് അങ്ങനെ തന്നെ ഒരു പച്ചമഷിക്ക് അങ്ങോട്ടൊരു റീസ്റ്റേറ്റ് ചെയ്യണം പറഞ്ഞൊരു ഒപ്പിട്ടാൽ മതിയല്ല, സെക്കൻഡുകൾക്കുള്ളിൽ അവനെ തിരിച്ചെടുത്ത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, നന്ദി യേശുവേ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. അതായത് ആസ്തി എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ വിചാരിച്ചത്? ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി ചെയ്യുന്ന പ്രേക്ഷിത നടപടിക്രമങ്ങളാണ്. അത് ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തോട് ചേർന്നുകൊണ്ട്, യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം ഈ ഭൂമി വീണതിൻ്റെ പിന്നിൽ നമ്മളെ മുഴുവനും വീണ്ടെടുക്കുക എന്നുള്ളതും അതിന് വില കൊടുക്കുക എന്നുള്ളതും രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ക്രിസ്തു ചെയ്ത സ്വർഗീയമായ ദൗത്യമാണ്. ഇതിനോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ടാണ് മറ്റുള്ളവരെ, ക്രിസ്തുവിനെ അറിയാത്തവരെ അറിയിക്കുകയും വേദനിക്കുന്നവരെ ക്രിസ്തുവിൽ ആശ്വസിപ്പിക്കുകയും ചെയ്യണം. ആ പണിയാണ് നിങ്ങളും ചെയ്യണത്. ഉടമ്പടിയിൽ നിങ്ങളുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രൊമോഷൻ ഫോർമുലയുണ്ട്. അതായത് ഇപ്പം നിങ്ങളെ ഒരു അനുഗ്രഹം ഇവിടെ കൈപ്പറ്റി സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, ബാങ്കിൽ കിടക്കണ പൈസ നമ്മൾ എടുത്തോണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ തീർന്നു പോകും, അല്ലേ? അവസാനം 1000 രൂപ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ, അവസാനം ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപയാണുള്ളതെന്നുണ്ടെങ്കിൽ 5 മാസം കഴിഞ്ഞ് ചെല്ലുമ്പോൾ 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞ് ചെക്ക് എഴുതിയാൽ പറയുമ്പോൾ 1000 രൂപ ഒന്നും ഇല്ല, കാശ് ഇങ്ങോട്ട് തരാമെന്ന് പറയും. നിങ്ങൾക്കിവിടെ അക്കൗണ്ട് സൂക്ഷിച്ചതിന്, നിങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ സൂക്ഷിച്ചതിന് ആ സർവീസ് ചാർജായിട്ട് നിങ്ങളുടെ 1000 രൂപ ആവിയായിപ്പോയി. ഈ അക്കൗണ്ട് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കാശ് ഇങ്ങോട്ട് തരണമെന്ന് പറയും. ഒരു ചേട്ടത്തിന് ഞാൻ ഇന്നലെ ഓടിച്ചിട്ട് ഇവിടെ കൊച്ചറ്റൻ സോപ്പിട്ട ചേട്ടത്തിന്. എന്താ പ്രശ്നം വെച്ചാൽ ഇവർ വെള്ള ഉടമ്പടിയാണ് അവരുടെ. വെള്ള ഉടമ്പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3ാമത്തെ പുതുക്കാണെന്ന് തോന്നുന്നു, 4ാമതല്ലേ സിൽവർ ഗ്രേ കിട്ടുന്നത്. വെള്ള ഉടമ്പടിക്ക് കക്ഷി 2 സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 3ാമത്തെ സാക്ഷ്യത്തിന് കയറിയതാണ്. 3ാമത്തെ സാക്ഷ്യം ഇവരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊച്ചച്ചൻ കാരുണ്യ പ്രവർത്തികൾ വല്ലതും ഉണ്ടാ പറയാമെന്ന് വെച്ചപ്പോൾ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ ഒത്തിട്ടില്ല. പിന്നെ ഈ പണ്ടാര എന്തിനാണ് ഉടമ്പടി എടുത്തത്? അപ്പോൾ ഈ ഉടമ്പടി വെള്ളയായിട്ടും ഇവർക്ക് തലയിൽ വെളിവില്ല. ഇവർക്ക് ഉടമ്പടി എന്താണെന്ന് അറിയത്തില്ല. ദൈവത്തിൽ നിന്നുള്ളതെല്ലാം ചിരണ്ടി എടുക്കണമെന്നല്ലാതെ ദൈവത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നിക്ഷേപമില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉടമ്പടി ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വെള്ള ഉടമ്പടിയാണ്, പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു ആസ്തിയും കിട്ടിയിട്ടില്ല. നിങ്ങൾ സന്തോഷിക്കണം. എന്താണ്? ഇത് മുഴുവൻ പലിശക്ക് ഡിപ്പോസിറ്റാണ്. അതിൻ്റെ അർത്ഥം നിന്നെ കാര്യമായി അനുഗ്രഹിക്കേണ്ട ഒരു സമയം വന്നാൽ, നിനക്ക് ബോധമില്ലാതെ കിടന്നാൽ പോലും നിന്റെ ദൈവം നിന്നെ ബോധത്തിലേക്ക് വിളിച്ചു നടത്തും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടികൾ പാലിക്കുന്നതിലൂടെ സ്വർഗ്ഗത്തിൽ നമ്മുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ സമ്പന്നരാക്കുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രാണപ്രിയ ചങ്കിലെ ചോരനെ നിന്നെടുത്തവരേ, പ്രാണപ്രിയ ചങ്കിലെ ചോരനെ നിന്നെടുത്തവരേ, പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോര എന്നെയും വീണ്ടെടുത്തു.
നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനും ദയയാ, ദയയാ, നിത്യദയയാ. തൃശ്ശൂരിൽ നിന്ന് ജെസ്സി ജസ്റ്റർ എന്നും പറഞ്ഞ്, ലിസി ജസ്റ്റർ, തൃശ്ശൂർ നമ്മുടെ ടീച്ചറാണ്. ഒരു ചേച്ചി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവർ ടീച്ചറാണ്, ലിസി ജസ്റ്റർ, ഇന്നലെ പറഞ്ഞ സാക്ഷ്യമാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ വല്ലാണ്ട് അങ്ങനെ കൂടുന്നുണ്ടേ. അതായത് ഉടമ്പടിയുടെ മുഴുവനും ആത്മാവ് പ്രത്യേകിച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, എഡ്യൂക്കേഷൻ കുറവുള്ളവർക്ക് ഉടമ്പടിയെക്കുറിച്ച് ഒരു ഐഡിയ അതിനെ കറക്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റണില്ല. കാര്യം ഇത് വളരെ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ പ്രേസ് ചെയ്യണമാണല്ലോ. ഇതെല്ലാം ഒരു പ്രത്യേക പ്രോജക്റ്റ് പോലെ വരണത്. അതുകൊണ്ട് ഇതിൻ്റെ ഓരോ നടപടിക്രമങ്ങളെ നല്ല ശ്രദ്ധയോടെ ചെയ്ത് വൃത്തിയായിട്ട് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പടപടാന്ന അനുഭവങ്ങളാണ്. ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചിലർ ചെവി കേൾക്കാൻ പാടില്ല, കണ്ണ് കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും. ഈ ചെവി കേൾക്കാൻ പാടില്ലാത്തവരും കണ്ണ് കാണാൻ പാടില്ലാത്തവരും നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വിടരുത്. എന്താ കാര്യത്തിൽ ക്ലാസ് തന്നെ കേൾക്കണം. ആദ്യം ക്ലാസ് തന്നെ കേൾക്കണം. പിന്നെ ഇത് കൃപാസനം പത്രം വായിക്കണം, അല്ലെങ്കിൽ ഉടമ്പടിയുടെ പത്രിക വായിക്കണം. ഇത് കൃത്യമായിട്ട് സംഭവം അറിയാൻ പാടില്ലാത്തവർ വായിക്കത്തുമില്ല, ക്ലാസ് കേൾക്കത്തുമില്ല. എന്നിട്ട് വല്ലതൊക്കെ കൊണ്ടുവന്ന് എഴുതി ഇട്ടും പോകും. ഇങ്ങനെയുള്ള വെളിവില്ലാത്ത ആൾക്കാരെ ഉടമ്പടി എടുക്കാൻ വിടരുത്. അവർ മക്കളുണ്ട്, ഞങ്ങൾ തന്നെയാണെങ്കിലും മക്കളെവിടെയെന്ന് ചോദിക്കത്തുള്ളൂ ഉടനെ. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞാൽ പിള്ളേർക്കാണെങ്കിലും അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം. അല്ല അമ്മയുടെ അപ്പൻ്റെ ഉടമ്പടിയിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും അവർ ഉടമ്പടി എടുക്കണം. എന്താ സംഭവിക്കുക? ഇപ്പോൾ നീറ്റ് പരീക്ഷയൊക്കെ നടക്കണേ, ഇന്നലെ കഴിഞ്ഞോ. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരതിൻ്റെ അകത്ത് ഞങ്ങളിവിടെ ഫിൽട്ടർ ചെയ്ത് മാറ്റിക്കളഞ്ഞു. എന്താ കാര്യം? അവരുടെ കയ്യിൽ അവരുടെ ഉടമ്പടിയിലില്ല, അമ്മയുടെ ഉടമ്പടിയും കൊണ്ട് വന്നിരിക്കുക. അമ്മയുടെ ഉടമ്പടിയിൽ അവർ ഓഫീസിൽ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ഇൻവെസ്റ്റ്മെൻറ്റ്? ഒന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ? ഇല്ല. രാവിലെ 5:30 എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥിച്ചല്ലോ? ഇല്ല. പത്രം പ്രവർത്തനം ചെയ്തോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ രോഗികളെ കാണാൻ പോയി? ഇല്ല. ഒന്നുമില്ല. ചുമ്മാ ഓൾട്ടിക്കരി കൊണ്ട് തിരിക്കുക. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയാൽ മതി, ഇവിടെ വരരുത്. ഇവിടെ വരുമ്പോൾ ഇത് ഉടമ്പടി, ദൈവം ഉടമ്പടി നൽകിയിരിക്കണതാണ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മനസ്സനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുക, സൂചിപ്പിക്കുക, ആശ്വസിപ്പിക്കുക ഒന്നും ഞങ്ങളുടെ പ്രഥമ പരിഗണനയിലുള്ളതല്ല. പണ്ടൊക്കെ ഞാൻ ഒത്തിരി ചെയ്തിരുന്നതാണ്. ഉടമ്പടി വരെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പം ചെയ്യത്തില്ല. എന്താ കാര്യം? ദൈവം ഉടമ്പടി നമ്മൾക്ക് തന്നിരിക്കുന്നത് ആ ഉടമ്പടി പ്രകാരം ജനങ്ങളെ ട്രെയിൻ ചെയ്യാനും വിശുദ്ധീകരിക്കാനും ശക്തീകരിക്കാനുമാണ്. അതിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത് നിത്യത വരെയാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ ദയയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവ കൃപയാ, നിത്യനും ദയയാ.
പ്രൈസലാ. അപ്പോൾ ഈ ലിസി ടീച്ചറില്ലേ, ലിസി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിലും അവരുടെ ലൈഫ് ദുരന്ത ജീവിതമാണ്. അവിടെ ഒരു മകൻ മരിച്ചുപോയി. അടുത്ത മകൻ പട്ടാളത്തിലാണ്. അവന് ഈ ചെറുകുടൻ്റെ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കുടൽ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോവുകയാണ്. എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുക. മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണമൊക്കെ വായുടെ മൂക്കിലെ ട്യൂബ് വഴി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവനും മരിച്ചു പോകുന്നുള്ളത് ഏറെക്കുറെ ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക്. എന്താ കാരണം? അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞ്, കർത്താവേ, ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ? അതാണ് ആ ചോദ്യം. ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണ്, അതാണോ നിൻ്റെ ദൈവഗീത? എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ, അപ്പം എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ, കാര്യം ഇവർ വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ്. ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മെനവായിട്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ രോഗികളെ ശുശ്രൂഷിക്കും, പണമില്ലാത്തവർക്ക് പണം കൊടുക്കും, ഉള്ളതുപോലെ കൊടുക്കും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, ആശുപത്രി സന്ദർശിക്കും, ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും. അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത്. ലിസി ടീച്ചറിന് എന്തൊക്കെ പറഞ്ഞാലും വിടുംബത്തിൽ സങ്കടമാണെങ്കിലും നല്ല ദൈവദർശന് നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞ ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത്? എൻ്റെ സൽപ്രവൃത്തി നീ ഓർക്കണമേ. അതാണ് എൻ്റെ മർമ്മമെന്ന് പറയണത്. ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞി ഉണ്ടാകുമല്ലോ, അല്ലേ? കതിന ഇടിച്ച് നിറച്ചിട്ട് നിങ്ങൾ കഥ കണ്ടിട്ടില്ലേ? കഥ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട് അതിന് ആ മരുന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ട് തീ കൊടുക്കണം. അല്ല വല്ലോടത്തും കൊടുത്താൽ കതിനാ പൊട്ടത്തില്ല. അതിൻ്റെ മർമ്മം കുറിഞ്ഞു. അതാണ് മരുന്നിരിക്കണ ആ ദോരം. അവിടെ കൊണ്ട് നമ്മൾ ആ മരുന്ന് നമുക്ക് കത്തിയിട്ട് പൊട്ടണം. ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞ സൽപ്രവൃത്തിയാണ്. ലിസി ടീച്ചർ അവിടെ കൊണ്ട് കത്തിച്ച് സംഭവം എന്താണ്? എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല, നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട്, കണ്ടവരോടെല്ലാം ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മേ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. മക്കളെ, കൈകൾ നെഞ്ചത്ത് വെക്കുക. ഓൺലൈനിലുള്ളവർ കൈ നെഞ്ചത്ത് വെക്കുക. അച്ഛൻ ഈശോനാമത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവിൻ്റെ അടിപ്പിടേണ്ട വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യത്തെ കൊണ്ട് ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം നൽകുന്ന ദൈവിക നിമിഷങ്ങൾക്കായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ആൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരവേദികൾ, ജീവദുരിതങ്ങൾ, ഉച്ച മുതൽ ഉള്ളംകാല് വരെ എല്ലാ കോശങ്ങളും പേശികളും സന്ധിബന്ധങ്ങളും മാംസപേശികളും രക്തഞരമ്പുകളിലും ആന്തരിക കോശങ്ങളും എല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ശാരീരിക രോഗങ്ങളുടെ മേലും കർത്താവ് ആധിപത്യം പ്രഖ്യാപിക്കുന്ന സമയമാണ്. നിൻ്റെ രോഗങ്ങളുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാം. ഒന്നിലേറെ രോഗങ്ങളുണ്ട്, കൈ മാറ്റി മാറ്റി വെച്ച് പ്രാർത്ഥിക്കാം. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ കണ്ണ് നിന്നെ ആവശ്യിക്കുന്ന സമയമാണ്. അമ്മമാതാവിൻ്റെ കൃപാസനാക്കുന്ന ഓരോ സൗഖ്യവും അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിൻ്റെ സ്വർഗീയ അടയാളമാണെന്നുള്ള ബോധ്യത്തിൽ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെ അടുപ്പിച്ചിട്ടുള്ള എല്ലാ ദിവ്യബലികളെയും ആരാധന നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, ഇവിടുന്ന് ആശ്വാസം പ്രാപിച്ചു പോയിട്ടുള്ളവരെ
ഇവിടുന്ന് വിശുദ്ധീകരിച്ച് പോയിട്ടുള്ളവരെ കർത്താവെ, ഞങ്ങളുടെ സ്വർഗീയ ആസ്തികളെ കർത്താവെ നീ ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിന്റെ വിശുദ്ധ രക്തം കർത്താവെ ഇപ്പോൾ ഓൺലൈനിലും തീർത്ഥാടനത്തിലും പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ശിരസിലൊക്കെ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊശങ്ങൾ, പെശുകൾ, ഞരമ്പുകൾ, ഓട്ടിസം രോഗങ്ങൾ, അത് അപസ്മ രോഗങ്ങൾ, RSS രോഗങ്ങൾ, PCOD രോഗങ്ങൾ കർത്താവെ, വാതരോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവര് ഈശോയെ ഗർഭത്തിൽ മക്കൾ മരിച്ചു പോകുന്ന അവസ്ഥയുള്ള ഉദരങ്ങൾക്ക് വിശുദ്ധമായ രക്തത്തെ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശങ്ങൾ കഴുകണമേ. ഹൃദയത്തിൽ ബ്ലോക്കുള്ളവരെയും ഹൃദയത്തെ അസുഖങ്ങളെ ഗുരുതരമായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെ അങ്ങിപ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ആണിപ്രധാന പറഞ്ഞു കടത്താൽ ഹൃദയത്തെയും കരളിനെയും സ്പർശിക്കണമേ. കർത്താവെ, പാങ്ക്രിയാസിനെ സ്പർശിക്കണമേ, തൈരോയിഡിനെ സ്പർശിക്കണമേ, സ്പോണ്ടിലോസിനെ സ്പർശിക്കണമേ. എല്ലാ ഗ്രന്ഥികളും, എല്ലാ പേശികളും, എല്ലാ കുടലുകളും, എല്ലാ ആമാശയങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഈശോയെ അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. മക്കളെ കൈ നെഞ്ചത്ത് പിണച്ചു വെക്കുക. ജോലിയില്ലാത്തവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, പഠനത്തിൻ്റെ പരീക്ഷകൾ എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരെ ഇപ്പോൾ നെഞ്ചത്ത് വെച്ച് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പലതരം വിസ പ്രോസസ്സിങ്ങിനുള്ള ഇരിക്കുന്നവരും പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഭവനരഹിതർ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജോലിക്ക് തടസ്സമുള്ളവർ, ഓഫീസിൽ പ്രോബ്ലമുള്ളവർ, അന്യദേശങ്ങളിൽ ജയിലിലായിരിക്കുന്നവർ, നിങ്ങളെക്കുറിച്ച് കേസുകളുള്ളവർ ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മാതാവേ, അപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഞാൻ എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല. അമ്മ ഈ വിഷയം ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. മക്കൾ എന്ത് അവസ്ഥയിലായാലും അമ്മയാവുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം നൽകുന്ന ഈ നിമിഷങ്ങളിൽ അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ അവരുടെ പാപങ്ങളെ അങ്ങ് അവഗണിച്ചുകൊണ്ട് അവരുടെ കണ്ണുനീരിന് അങ്ങ് ഓർത്തുകൊണ്ട് ഈ നിമിഷം അവരെ സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നു. അവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ അവരിപ്പോൾ അനുഭവിക്കുന്ന സങ്കടങ്ങളിലും ജീവിത ദുർഘടങ്ങളിലും യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ പൂർണ്ണമായി മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും മാറിക്കൊണ്ട് ഈ ആരാധനയിലൂടെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വലതുകരം നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ മക്കൾ അങ്ങയുടെ ദിവസത്തിന്റെ ഉടമ്പടികളും പ്രാർത്ഥനകളും അങ്ങ് ഇപ്പോൾ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരെ അവരുടെ ജോലി, വീട്, വിവാഹം, മക്കളില്ലാത്ത അവസ്ഥകൾ, ജീവിതത്തിൽ സാമ്പത്തിക കടങ്ങൾ, ജപ്തി നടപടികൾ, സ്ഥലം വിൽക്കാനുള്ളവർ, സ്ഥലം വാങ്ങാനുള്ളവർ, വീടില്ലാത്തവർ, എല്ലാ മക്കൾ ദുർനടപ്പിൽ പോയവരെ, തെറ്റായ പ്രണയബന്ധങ്ങൾ കുരുങ്ങിപ്പോയവരെ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ യേശു ക്രിസ്തുവിന്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഈ ആഴ്ചത്തെ യാത്രകൾ, നിങ്ങളുടെ യാത്രകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സംരംഭങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. എഴുതുന്ന പരീക്ഷകളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുക. പഠിക്കുന്ന വിഷയങ്ങൾ, പ്രമാണങ്ങൾ, പട്ടയങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾക്ക് നിന്ന് അപേക്ഷകൾ പൂരിപ്പിക്കുന്നുവോ അതെല്ലാം പരിശുദ്ധാത്മ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ, നിങ്ങൾ കാത്തിരിക്കുന്ന ഡേറ്റുകൾ, ചെയ്യാൻ പോകുന്ന ഡേറ്റുകൾ, യാത്രയുടെ ഡേറ്റുകൾ സമയത്തിൻ്റെ അധിപതിയായ മാതാവിൻ്റെ മധ്യസ്ഥതയ്ക്ക് വേണ്ടി സമർപ്പിക്കട്ടെ. ശ്രുതികട്ടെ.